ക്യൂട്ടായിട്ടുള്ള ക്യാറ്റ് പോ പെൻ ഹോൾഡർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു A4 ഷീറ്റ് എടുത്ത് സെൻറ്റർ മടക്കിയിട്ട് ഒരു ക്യാറ്റ് പോ ഫ്രീ ഹാൻഡായി വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു. അതേ സൈസിൽ തന്നെ 2 കാർഡ്ബോർഡ് പീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് വൈറ്റ് പേപ്പറിൽ കവർ ചെയ്തിട്ട് നമ്മുടെ A4 ഷീറ്റിൽ വരച്ചെടുത്ത് പിക്ചറിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു 3 പീസസ് ഓഫ് കാർഡ്ബോർഡ്സ് ആവശ്യമുണ്ട്. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചെറിയ എന്തെങ്കിലും ബോക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും മതി. നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എന്ന് പറയുന്നത് സൈഡിൽ വരുന്നത് 4x4ൻ്റെ 2 കാർഡ്ബോർഡ്സും ബേസിൽ വരുന്നത് 6x4ൻ്റെ ഒരു കാർഡ്ബോർഡും കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ബോക്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പോൾ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ നമ്മൾ ഒരു ബേബി പിങ്ക് പേസ്റ്റൽ കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പോ രൂപത്തിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗം കൂടെ ഞാൻ ബേബി പിങ്ക് കളറും കൂടെ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെൻ ഹോൾഡറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല സ്റ്റഡിയോ ആണ്. ഞാൻ പെന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത എന്ത് വീഡിയോ വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.